ഉണ്ട്, വിഷമമുണ്ട്. സഹായിച്ചില്ല. അവർ അവർക്ക് എന്നെ അറിയാവുന്നവരാണെങ്കിൽ പോലും അവരെന്നെ സഹായിച്ചില്ല. എന്താണെന്ന് അങ്ങനെ പെരുമാറിയതെന്നുള്ളതിനെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ. അല്ലാതെ സംഘടന ഇപ്പോൾ ചിലർ വളരെ കുറച്ച് രണ്ടോ മൂന്നോ പേര് കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തു ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. അവർക്ക് എന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു. എൻ്റെ പ്രശ്നങ്ങൾ എന്നെപ്പോലെ മനസ്സിലാക്കേണ്ട എൻ്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരിയൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിൽ എടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ നമ്മുടെ ഒരവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. തെറ്റായ റിപ്പോർട്ടുകൾ മേളിലേക്ക് കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ളതാണ്. അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്കത് അല്ലാതെ തന്നെ അത് പരിശോധിച്ച് ശരിയായി പരിശോധിച്ച് എൻ്റെ വിശദീകരണം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റുണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ. അത് എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വല്ലാതെ എന്നെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണത്. എൻ്റെ സഹപ്രവർത്തകർ ഏതാണ്ട് 28-30 വർഷം, 30 അതിൽ കൂടുതൽ 1986 മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ. പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ ഉള്ളവരാണ്. അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല.